വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പൈനാപ്പിൾ മധുര പച്ചടിയാണ്. രണ്ട് കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുന്നില്ല, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഒരുപാടങ്ങ് ജ്യൂസ് ആവണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഈ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ്, അല്ലെങ്കിൽ മധുരമില്ലെങ്കിൽ 1 സ്പൂൺ വരെ ചേർക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് സോട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ പഴവും പൈനാപ്പിളും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ജീരകം, 1/4 ടേബിൾ സ്പൂൺ കടുക്, കുറച്ച് വേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പൈനാപ്പിൾ കൂട്ടിലേക്ക് ഒഴിക്കാം. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് പ്രഷർ കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിളൊന്നും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഈ അരപ്പൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇനി ആവശ്യമാണെന്ന് തോന്നുവാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആക്കാം. ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 10-20 മുന്തിരി ചേർക്കാം. മുന്തിരി അധികം വേവേണ്ട ആവശ്യമില്ല. 1/2 കപ്പ് നല്ല പുളിയുള്ള തൈര് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മൂടി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/4 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. 4 ഉണക്കമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. കുറച്ച് വേപ്പില. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് പൈനാപ്പിൾ പഴം മുന്തിരിക്കൂട്ടിലേക്ക് ഇടാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പച്ചടിയാണിത്. ഇനി ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ മധുര പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.